ചേച്ചി എൻ്റെ ഞങ്ങളുടെ പുറകെ കിടക്കുന്ന ഇലകളൊന്ന് മാറ്റി തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇലകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ അത് തന്നെ ഇന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അങ്ങനെ 2-3 ചെടികളൊക്കെ മാറ്റി. 2-3 എണ്ണമില്ല, 2 എണ്ണം മാറ്റി. പിന്നെ ഞാൻ കൈകൊണ്ട് മാറ്റിയ സാധനം കുറേ നേരം ഞാൻ സ്റ്റക്കായിട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കണ്ടോ. അത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അങ്ങനത്തെ കുറച്ച് സാധനത്തിനോടൊക്കെ എനിക്ക് അറപ്പാണ്. അതേ കണക്ക് തന്നെ ഞാൻ ഇന്ന് വിരേനെ കണ്ടു. അതിൻ്റെ കുഴപ്പമാണെന്നേ, പേടിക്കണ്ട. നേരെ ഏതെങ്കിലും ലോകത്ത് പോയിട്ട് തിരിച്ച് വന്നോളൂ, സാരമില്ല. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ഉലഞ്ഞ് ആ ലോകത്ത് പോയി തിരിച്ച് വന്നിട്ടാണ് ഞാൻ പോയി ചൂലെടുത്തത് കേട്ടോ. ചൂലെടുത്തതിനും ഒരു പകുതി സമയം പോയി, പിന്നെ ആലോചിച്ചിരുന്നതിനും ഒരു പകുതി സമയം പോയി. മൊത്തത്തിൽ സമയം പോക്കലാണ്, എന്ത് ചെയ്യാനാ. പിന്നെ ചൂല് കൊണ്ട് തൂത്ത് വാരി ഞാൻ നോക്കിയപ്പോഴത്തേക്കും, ഞാൻ ഇങ്ങനെ പൊങ്ങി നോക്കിയപ്പോഴത്തേക്കും മൊത്തം ഇല മൂടി കിടക്കുന്നുണ്ടെന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, ആ ചെടികളെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തൂത്തെടുത്തപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. 2-3 ഇലകൾ മാത്രമേ ഉള്ളായിരുന്നു, വേറൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഈ സംസാരം ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് വേറെ രീതിയായി അടിച്ചു മാറ്റാനാണ് ആരെങ്കിലും കയ്യിലൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ ചെടിയൊക്കെ എടുത്ത് മാറ്റി വെച്ച്, ചെടിയൊക്കെ അതായത് സ്ഥലത്ത് വെച്ചു. പിന്നെ ചെടികളൊക്കെ നോക്കി കണ്ട് ചിരിച്ച്, പിന്നെ തൂക്കുന്ന വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച്. എന്തിന്, വെറുതെ ഒരു ഷോ. ഞാൻ തൂക്കുന്നുണ്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് അറിയണ്ടേ, അങ്ങനെ. അപ്പം അങ്ങനെ തൂത്തെടുത്ത് മാറ്റി വെച്ച്. പിന്നെ നമ്മൾ എന്താ പറയുക, എനിക്ക് അട്ട അങ്ങനത്തെ സാധനത്തിനോടൊക്കെ ഭയങ്കര അറപ്പെന്ന് പറഞ്ഞാൽ അറപ്പാണ്. ഈ കാല് തൊടാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് ചെരുപ്പിട്ടുകൊണ്ട് പോകുന്നത്, ചൂലെടുത്തുകൊണ്ട് പോകുന്നത്, കൈ തൊടാഞ്ഞതും. ഓക്കെ. പിന്നെ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഇതിനെ കാണിക്കുന്നത് എന്തിനാണെന്നല്ലേ. അതായത് രമണ, നമ്മുടെ ഇത് കിളുക്കുന്നിടം മുതൽ കിളുത്ത് വരുന്നിടം വരെ നമ്മൾ കാണിക്കണ്ടേ. ഈ ലക്കി ബാമ്പ് മൊത്തം സൂമാവുന്നുണ്ട്, നല്ലോണം സൂമാവുന്നുണ്ട്. സൂമെന്ന് പറഞ്ഞാൽ നല്ലോണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഒരു പേര് ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ എപ്പോഴത്തെയും പോലത്തെ റോസ് എടുത്ത് നിന്ന് സൂമാക്കിയപ്പോഴത്തേക്കും ദേ കിടക്കുന്ന അവസ്ഥ. അപ്പം ഞാൻ ആരായി? ഇതാണ്. അപ്പം റോസ പറഞ്ഞു, എന്നെ സൂമാക്കണ്ട, ഈ ഫോണിന് എന്നോട് എന്തോ കലിയുണ്ട്, അതുകൊണ്ട് നീ സൂമാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്നെങ്കിൽ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര എടുത്തിട്ട് ചാ.